ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തത് മെയ് 26 ഇന്ന് വരുന്നത് ഡേറ്റ് ജൂൺ 6. അത്രയും ലേറ്റായി വീഡിയോ ഇടാൻ, എഡിറ്റാക്കാൻ സമയമില്ല. സത്യത്തിൽ ആക്കണം യൂട്യൂബിൽ ഇടണം എന്ന് വിചാരിക്കും, പിന്നെ ടൈം കിട്ടുന്നില്ല, എന്തെല്ലോ തിരക്കായിട്ട് അങ്ങനെ മറന്നു പോവും. കുറേ ദിവസമായി ഉമ്മ പറയുന്നു വീഡിയോ എഡിറ്റാക്കിത്താ. പിന്നെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഡിറ്റാക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചാൽ നമുക്ക് എഡിറ്റാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീൻ ആക്കാം, അതായത് പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കാം. നമ്മളിങ്ങനെ വിശേഷ നാളിലെല്ലാം മൊത്തം എല്ലാം വലിച്ചിട്ട് ഫുള്ള് ക്ലീൻ ആക്കലുണ്ട്. അങ്ങനെ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ പെരുന്നാളപ്പം എന്നിട്ട് കേക്കെല്ലാം ചൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവും കാര്യമെല്ലാം സെറ്റാക്കി വെച്ചതാണ്. അങ്ങനെ പിന്നെ എന്താ പറയൽ മൊത്തം അതായത് കിച്ചൺ മൊത്തം വലിച്ചിട്ട് എന്നിട്ട് മൊത്തം ക്ലീനാക്കി പിന്നെ ഞാൻ മുറ്റത്തേക്ക് പോയി ഉമ്മ വിളിച്ചിട്ട് പോയതാണ്. അപ്പം മുറ്റത്ത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് മഴൻ്റെ സമയമല്ലേ, അപ്പം മഴ ഇങ്ങനെ തച്ചേറ്റുന്നു ഉള്ളിലേക്ക്. അപ്പോൾ തച്ചേറ്റാണ്ടിരിക്കാനും പിന്നെ വണ്ടി മഴ കൊണ്ട് പോന്നു, വണ്ടീൻ്റെ സീറ്റും കാര്യമെല്ലാം. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്ക് മഴയൊന്നും കൊള്ളൂല അല്ല, അങ്ങനെ അത് കെട്ടിയതാണ്. അങ്ങനെ ഞാൻ പിന്നെയും ഉള്ളിലേക്ക് കയറി ഉള്ളിൽ ഇത് കപ്പാടിൻ്റെ ഉള്ളെല്ലാം വൃത്തിയാക്കി. ഞാൻ സീറ്റും കാര്യവും എല്ലാം ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ ആ മീത്ത കാണുന്നില്ലേ, ആ ഗ്ലാസ്സും അതെല്ലാം എടുത്തിട്ട് അതെല്ലാം ഒന്ന് തുടച്ച് പിന്നെയും ക്ലീനാക്കി സെറ്റാക്കി വെക്കണം. ഇവിടെ കുറേ എന്തെല്ലോ സെറ്റാക്കാനായിട്ട് ഇവിടെ 2 സൈഡ് ജനലിൻ്റെ സൈഡ് ചെടിയെല്ലാം വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇൻഷാ അല്ലാഹ് മെല്ലെ എല്ലാം ചെയ്യണം. മുറ്റത്ത് പോയി നോക്കുമ്പോഴേക്ക് മുറ്റത്തും വെറും ഇതെല്ലാം മഴ വരുമ്പോഴേക്ക് എല്ലാം സെറ്റാക്കി വെക്കാന്ന്. മുറ്റത്തും കെട്ടിയിട്ടുണ്ട് കേട്ടോ ഷീറ്റ്. എന്ന് വെച്ചാൽ മഴ വരുമ്പോൾ ചൂടുള്ളതെല്ലാം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് അടുപ്പും കാര്യമെല്ലാം തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പാൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് മെയ് 26 അന്നല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ പായസം ഉണ്ടാക്കിന്, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്ന് വെച്ചെങ്കിൽ അടുത്തേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ കുവൈത്തിലാണ്, നമുക്ക് അടുത്തേക്ക് ഗിഫ്റ്റും കാര്യമൊന്നും എത്തിക്കാൻ പറ്റിയ ആരും ഇല്ല. മെയിനായിട്ട് ഉപ്പാൻ്റെ അഡ്രസ്സ് ഇല്ല. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാമ്പറും കാര്യമെല്ലാം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഏൽപ്പിച്ചാൽ കഴിയില്ല. പക്ഷെ ഉപ്പാൻ്റെ അഡ്രസ്സും കാര്യവും ഇല്ല. ഒന്ന് ഏൽപ്പിക്കാന്ന് വെച്ചെങ്കിൽ നമുക്ക് അഡ്രസ്സും കാര്യം അറിയില്ല, അതാണ്. പിന്നെ ഇത് ഉമ്മ കേക്ക് നേരത്തെ ഉണ്ടാക്കിയ കേക്ക് ഇതാ ഉമ്മ ചൂടാണ്. ഭയങ്കര ടേസ്റ്റാണ്. മഴൻ്റെ സമയത്തെല്ലാം ഇരുന്ന് തിന്നാനും മഴൻ്റെ സമയത്തെല്ലാം ഇങ്ങനെ ഇരുന്ന് കഴിക്കാനെല്ലാം നല്ല പാങ്ങാണ്. പിന്നെ ഉമ്മ കേക്ക് മാത്രമല്ല പിന്നെ ഇതും ഉണ്ടാക്കിന്, അതായത് കടലപ്പം ബാട്ട് പത്തൽ എല്ലാം ഉണ്ടാക്കിന്. ഇത് 2 ദിവസത്തെ വീടാണ് കേട്ടോ. ഫസ്റ്റ് ദിവസം വീടെടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫുള്ളാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതന്നെ വീടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മറന്നു. പിന്നെ പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുമ്പോഴേക്കും ഞാൻ എടുക്കല്. ഇത് പിറ്റേന്ന് ഒരു തോന്നൽ ചിക്കൻ കറി വെച്ചാലോന്ന്. ഞാൻ കുറേ ആയി കിച്ചണിലൊന്നും കയറാത്ത, ഇപ്പം അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല എന്ന്. അത് കുഞ്ഞിനെ കൊണ്ട് തന്നെ ഓളൊന്നിനും എന്നെ വിടുന്നില്ല, ഒന്നും എടുക്കാൻ എന്നെ വിടലില്ല. എൻ്റെ ബാക്കിൽ മുന്നിൽ നടന്നിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കലില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചിരുന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ചിക്കൻ കറിയും ചോറും. ഉച്ചക്ക് ഇത് രാത്രിയാണ് കേട്ടോ. ഉച്ചക്ക് വെച്ച ചോറ് അങ്ങനെ പോയി. ഉച്ചക്ക് വെച്ച ചോറെല്ലാം അങ്ങനെ ഉണ്ടായി, നമ്മൾ ആരും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ വിചാരിച്ചെന്നാൽ രാത്രി ആ ചോറ് തീരണമെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കണം. അങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ ഇഷ്ടമാണ്, ഫുഡ് ഉണ്ടാക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിക്കൻ കറിയെല്ലാം മാഷാഅല്ലാഹ് അടിപൊളിയിൽ ഉണ്ടാക്കും ഞാൻ ചിക്കൻ കറി. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ മസാല, പിന്നെ ദോശ ചുടും, പത്തൽ ചുടും, അങ്ങനെ എല്ലാം ഉണ്ടാക്കും. മീൻകറി ഒന്നും വെക്കാനൊക്കെ വലിയ ഇഷ്ടമല്ലേ, എനിക്ക് ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ, അപ്പം ചുടാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട് മാഷാഅല്ലാഹ്. ഇതുവരെ ഉണ്ടാക്കിയൊന്നും പാളിപ്പോയിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഉള്ളിയെല്ലാം തൊലിഞ്ഞ് മുറിച്ച് വെച്ചതിന് ഉള്ളി ചോപ്പറിൽ അരിയാന്ന് വിചാരിച്ച്, കൈയോടെ അരിയുന്നതിനെക്കാട്ടി നല്ലത് ചോപ്പറിൽ അരിയുന്നല്ല. അങ്ങനെ 4 കണ്ടാക്കിയിട്ട് ചോപ്പറിലിട്ടിട്ട് അരിയലാന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി. അതില്ലാണ്ട് ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ല അല്ല. നമ്മളെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് പൊളിഞ്ഞു പോയി, അതിൻ്റെ കാല് പൊളിഞ്ഞു പോയി. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ അനിയത്തിൻ്റെ കൈമ അതിൻ്റെ കാലെങ്ങനെയോ പൊളിഞ്ഞു പോയി. പിന്നെ അത് അവിടെ മൂലക്കായി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അത് നിൽക്കുന്നില്ല. 3 കാലുണ്ട്, അതിൻ്റെ ഒരു കാല് പൊളിഞ്ഞു പോയി, നിൽക്കുന്നില്ല അതിപ്പം. അങ്ങനത്തെ എല്ലാ വിശേഷമാണ്. പിന്നെ പെരുന്നാൾ വ്ലോഗ് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ പെരുന്നാൾ ചോറ് ഉണ്ടാക്കിയതിന് ശേഷം വെച്ചപ്പാട് നമ്മൾ കണ്ണൂരേക്ക് പോയി, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പുരയിലേക്ക് പോയി.
പിന്നെ നമുക്ക് വീഡിയോയും കാര്യം ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ തിരക്കും കാര്യം ഹസ്ബൻഡിൻ്റെ അവിടെ പോകുമ്പോൾ അവിടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, അതായത് അളാമ്മ, മക്കോ എല്ലാവരും ഉണ്ടായിന്. എല്ലാവരും ആകുമ്പം അങ്ങനെ ഫോണൊന്നും എടുത്തിട്ടില്ല, നല്ല ഉണ്ടായിന് പെരുന്നാൾക്ക്. അവിടെ എല്ലാവരും കൂടി ആടുന്ന് പിന്നെ വൈകുന്നേരവും അതായത് ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ പോയി. ആടെ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. അങ്ങനെ ആടെല്ലാം പോയി പെരുന്നാൾ ആടെയാണ് ആഘോഷിച്ചത് ഈ പെരുന്നാൾക്ക്. പിന്നെ പെരുന്നാളിൻ്റെ പിറ്റേന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് കുഞ്ഞ് ഒരാളെ കയ്യിലും പോകുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഫോണ് പിടിക്കണം, കുഞ്ഞിനെയും തട്ടണം, അപ്പം രണ്ടും പറ്റൂല. അപ്പം അങ്ങനെയല്ലാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഭയങ്കര മഴയാണ്. സ്കൂളെല്ലാം തുറന്ന് മഴയെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ്. അപ്പോൾ ഇതവിടെ ചിക്കൻ കറി ഉണ്ടാക്കേണ്ട എല്ലാം ആയി. ഉള്ളിയെല്ലാം പാടയിലേക്ക് തന്നെ തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ കറിയെല്ലാം ആയ ശേഷം പിന്നെ ഞാൻ പോയിട്ട് ചോറ് വെച്ച്. പിന്നെ കുഞ്ഞ് ഉറങ്ങുന്ന നേരത്താണ് ഞാൻ പോയി ചോറ് വയ്ക്കൽ. അങ്ങനെ കറി അവിടെ തീമ വെച്ചിട്ട് പിന്നെ ഓളെ ഉറക്കാൻ പോയി. ഓളെ ഉറക്കിയതിന് ശേഷം ഞാനിതാ പിന്നെയും ചോറ് വേവിച്ചതിന് ശേഷമാണ് നമുക്ക് ഓർമ്മ വന്ന് വീഡിയോ എടുക്കണതിനൊന്ന്. സൂപ്പർ ചിക്കൻ കറി ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറി. അങ്ങനെ പിന്നെ നമ്മൾ ചോറെല്ലാം വെച്ചതിന് ശേഷം പിന്നെ ഇത് പെരുന്നാളിൻ്റെ രാത്രിയാണ്. അതായത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ആക്കിയിട്ട് വെച്ച കച്ചറയാണ്. അതിൻ്റെ അടുക്ക് ഉമ്മ ഇതാ കടലപ്പം ചൂടാണ്. അതായത് പെരുന്നാൾക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് ഈ അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കടലപ്പം. അങ്ങനെ ഉമ്മാക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ചൂടാണ്. പിന്നെ ബാട്ട് വത്തൽ ചുട്ടിന്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിന്. ശീലുണ്ടെങ്കിൽ ഞാൻ ആഡാക്കാം. ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ബിയം ഡിലീറ്റാക്കി കളയലുണ്ട്, അതാണ് പറ്റിപ്പോകുന്നത്. അങ്ങനെ പിന്നെ പെരുന്നാളിൻ്റെ രാത്രി നമ്മളിവിടെ ഉണ്ടാക്കിയത് കായലപ്പവും ഇറച്ചിക്കറിയും നെയ്പ്പത്തലുമാണ് ഉണ്ടാക്കിയത്. ഇറച്ചിക്കറിയും കായലപ്പവും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈത്തപ്പായപ്പം ചൂടാനും വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഉമ്മ അപ്പെല്ലാം ചുട്ടിട്ട് ഇതെങ്ങനെ സെറ്റാക്കി ഓരോരോ ബോക്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. മഴൻ്റെ സമയത്ത് വൈകുന്നേരം ഇരുന്ന് തിന്നാൻ ഭയങ്കര പാങ്ങാണ് കേട്ടോ, നല്ല പാങ്ങാണ്. അങ്ങനെ മഴൻ്റെ സമയത്തെല്ലാം ഇരുന്ന് തിന്നാനും വേണ്ടിയിട്ട് അങ്ങനെ ഉമ്മ ഇതാ കായലപ്പത്തിന് വേണ്ടിയിട്ട് കായ് മുറിക്കാന്ന് ബീഫ് കറി അവിടെ ആയിട്ടുണ്ട്. പിന്നെ നെയ്പ്പത്തിൽ ചൂടണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തിന്നാത്താളി കായലപ്പവും ബീഫ് കറിയും ഒന്ന് തിന്നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ പിന്നെ ഈ വീഡിയോ ഇത്രയേ ഇല്ല. പിന്നെ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ മുറ്റത്ത് ഇറങ്ങി നോക്കാന്ന്. അപ്പോൾ എല്ലായിടത്തുനിന്നും വെടി പൊട്ടിക്കുന്നെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട്, തക്ബീർ ഇല്ലുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ അല്ലാന്ന്. പിന്നെ ഈ പെരുന്നാൾക്ക് മെയിലാഞ്ചി ഒന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല. ഈ പെരുന്നാൾക്ക് എന്താ അറിയില്ല, ഒരു മൂടേ ഉണ്ടായിട്ടില്ല എന്തിനും. ഡ്രസ്സ് തന്നെ എടുത്തത് ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ഷോപ്പിൽ നിന്നാണ്. നമ്മൾ എല്ലാവരും ഡ്രസ്സ് എടുക്കാനായിട്ട് ടൗണിൽ പോവോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. കുഞ്ഞിക്ക് മാത്രമാണ് ഇവിടുന്ന് ഡ്രസ്സ് എടുത്തത്. നമ്മൾ മൈലാഞ്ചി വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. പെരുന്നാൾ എന്തോ പോലെ ഉണ്ടായിന്, എന്തേന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ഇൻഷാ അല്ലാഹ് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ